ഹൈ ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് ഡേറ്റ്സിന്റെ അച്ചാർ. ഡേറ്റ്സ്, നമ്മുടെ ഈത്തപ്പഴമല്ല, എന്താ പറയുന്നത്, ഡേറ്റ്സ് എന്ന് പറയാം. ഇതിന് ചെറുതായിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന കുരുവൊന്നും കളഞ്ഞിട്ടില്ല. ഈ ഡേറ്റ്സിന് പ്രത്യേകത ചെറിയ ചവർപ്പും പുളിയും ചെറിയ മധുരം അങ്ങനെയൊക്കെയുള്ളതാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു വേറെ സ്റ്റൈലാക്കി എടുക്കണം. വേണ്ട സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. കറിവേപ്പില ആസ് യൂഷ്വൽ, വെളുത്തുള്ളി ഒരു കുടം, ഒരു 3 പീസ് ഇഞ്ചി, 10 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളമ്പുളി എടുത്തിട്ടുണ്ട്, അതിന് നീരെടുക്കണം. ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടി എടുത്തിരിക്കുന്നത്, പിന്നെ ഉലുവപ്പൊടി, കായം. പിന്നെ വേണ്ടത് വിനെഗറും നല്ലെണ്ണ. നമുക്കിനി ഇവനെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് നമ്മുടെ മൺചട്ടി. ഈ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ, സംഭവം നല്ലെണ്ണ ഉപയോഗിക്കുന്ന കേട്ടോ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടായി കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കടുക് ശേഷം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉലുവ പൊട്ടിയതിനു ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല വഴറ്റി ഒന്ന് മൂപ്പിച്ച്, കരിയരുത്, നല്ല രീതിയിൽ വഴറ്റി ഒന്ന് മൂപ്പിച്ച് എടുക്കണം. കുക്കിംഗ് വളരെ ഈസിയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. എനിക്ക് പണ്ടേ കുക്കിംഗ് വലിയ ഇഷ്ടമൊന്നുമായിരുന്നില്ല. പിന്നീട് ഉണ്ടായി കൊടുത്തപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്, അവരുടെ സന്തോഷം അതൊക്കെ കണ്ടപ്പോൾ നല്ല നല്ല കുക്കിങ്ങിലേക്ക് വന്നതാണ്. പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, ബട്ട് എൻ്റെ കൂട്ടുകാരത് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ പോയി തോന്നുന്നു. നമുക്കിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 10 പച്ചമുളക് എടുത്ത് കേട്ടോ അരിഞ്ഞെടുത്തത്. നമുക്കിതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ചാറിൽ വെളുത്തുള്ളി വെള്ളം പോലെ വരാൻ പാടില്ല, അച്ചാറായിട്ടാകും. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കറിവേപ്പില, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി മൂത്ത് വന്നു. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, അത് 5 എത്ര മതിയാണോ നോക്കാം നമുക്ക്. ഇത് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാതെ. ഉലുവ, നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ വാളംപുളിയുടെ വെള്ളം, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളം, അതിൻ്റെ സത്ത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ബാക്കി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ പറയാൻ മറന്നുപോയി, കുറച്ച് ജാഗ്രി, ബിറ്റർനെസ് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ജാഗ്രി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജാഗ്രി ആഡ് ചെയ്ത് കൊടുക്കാം. ജാഗ്രി മീൻസ് വെള്ളം. ഇതിലേക്ക് നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാതെ. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ അഴുതി കൊടുക്കാതെ വിനാഗിരി. തീ കൊടുക്കാം. ഇത് ഒന്ന് ആവി കയറട്ടെ. നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായിട്ടുണ്ട്. തിക്ക് ഗ്രേവി കേട്ടോ, ഒന്നുമില്ല, 2 ദിവസം ഇരിക്കണം. നോക്കാം നമുക്ക്. ഞാനിതാ കൊടുക്കുന്നുണ്ട്, അവരതിൻ്റെ അഭിപ്രായം പറയട്ടെ. നമ്മളതും അഭിപ്രായം പറയേണ്ടത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് അറിയാനുള്ളത് നമ്മുടെ അസഫറ്റോടിയ കായം. ഇതൊരു ഭരണിയിലോ ജാറിലോ കുപ്പിയിലോ 2 ദിവസത്തേക്ക് അടച്ചു വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡേറ്റ്സിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ പ്രചോദനം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതുവരെ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഈസ് നിക്കോ സൈനിങ് ഓഫ്. ബൈ. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ. പിന്നെ വ്യത്യസ്തമായ ഐറ്റമാണല്ലേ, ഒന്ന് ട്രൈ നോക്കണ്ടേ. ഓക്കെ, ടെസ്റ്റ് തന്നെയാണല്ലേ കണ്ടാൽ കഴിക്കാൻ തോന്നുന്നു.